ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെറിയൊരു പുൽക്കൂട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിലല്ല സെറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ വട്ടത്തെ പോലെ ഉള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും. അവിടെയാണ് നമ്മളിന്ന് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം തന്നെ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 26 കേട്ടോ. എനിക്ക് ക്രിസ്മസിന് ഇവിടെ ഞാൻ കാണത്തില്ല, ക്രിസ്മസിന് കാണും, അല്ലാതെ ആ ദിവസത്തിൽ ഇവിടെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ എക്സാമും പിന്നെ ക്യാമ്പും ചിലപ്പം കാണും NCCയുടെ. അപ്പോൾ അങ്ങോട്ട് പോകും. എന്തായാലും നമുക്ക് ഞാൻ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് ചെറുതായിട്ട് കാണിച്ചു തരാം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇതാണ് ഇത്രയും സെറ്റ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ? നമ്മളിവിടെ ഒരു ബെഞ്ചല്ല, പഴയ മേശയിലാണ് ഇവിടെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇത്രയും ഭാഗം നിങ്ങൾ പണ്ടത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അടുത്ത വർഷത്തേക്കും എടുത്ത് മാറ്റി വയ്ക്കും, പക്ഷേ ഇത് നമ്മൾ പൊളിച്ച് കളയും. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ വയ്ക്കൽ വയ്ക്കാണ്ട്. അപ്പോൾ കണ്ടില്ലേ, വെളിയിലിട്ടിരുന്നതാണ്, അതുകൊണ്ട് ഇതൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ വയ്ക്കോല് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫുള്ള് വയ്ക്കോല് പോയിട്ടുണ്ട്, കുറച്ച് മാത്രം കൊള്ളാം. എന്തായാലും കുറച്ച് വയ്ക്കോല് നമ്മൾ കഴിഞ്ഞ വട്ടത് ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്ത് ഇത് സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പം വൈഡായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ വിഷ്വൽസ്. ഇനി നമ്മൾ വയ്ക്കോലും പിന്നെ പ്രതിമയും ലൈറ്റും എല്ലാം വരുമ്പോൾ അടിപൊളിയായിരിക്കും, കണ്ടില്ലേ? അപ്പോൾ ഇനി ഉള്ള വർക്ക് ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ചെറിയൊരു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നിൽക്കുന്ന കുറേ വയ്ക്കോലുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് ഒരേ ലെവലിലാക്കണം. ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്ന എല്ലാം നമുക്ക് കട്ട് ചെയ്യണം, അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അത് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പണി ആരംഭിച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. പിന്നെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇല്ല, ഇനി കുറച്ച് പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യാനായിട്ടുള്ളത് അടിയുണ്ടല്ലോ, അടി ഒന്ന് ചെറുതായിട്ട് കവർ ചെയ്യുക. പിന്നെ തീരത്തെറ്റുക, പുൽക്കൂടിൻ്റെ ബാക്കി സെറ്റപ്പ് ചെയ്യണം. പ്രതിമകളും തീരത്തെറ്റും സ്റ്റാറും അങ്ങനത്തെ പരിപാടിയാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഓവർവ്യൂ കാണിച്ചു തരാം ഇപ്പം ചെയ്തത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓവർവ്യൂ. കഴിഞ്ഞ വട്ടമല്ല നമ്മൾ തറയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഒന്ന് ചെറിയൊരു വെറൈറ്റി ആക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒരുവിധം സെറ്റായതേ ഉള്ളൂ. എന്തായാലും തൽക്കാലം ഇപ്പം ഇത്രയും മതി. കണ്ടില്ല, ഇനി അകത്ത് കണ്ട നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് എറിച്ചിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലൈറ്റും കൂടെയൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അടിയും കൂടെ കവർ ചെയ്ത് പ്രതിമകൾ എല്ലാം കൂടെ വരുമ്പം അടിപൊളിയായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത് ഡേ 2യുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് പരിപാടിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടില്ല, അടിയിലായിട്ട് നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്, അത് നേരെ കാണിച്ചു തരാം. നമ്മുടെ പുൽക്കൂട്ടിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒന്ന് ചെറുതായിട്ട് കവർ ചെയ്തത് നമ്മൾ പഴയ ഒരു തുണി കിടന്നുകൊണ്ട് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ വൃത്തികേട് ഇല്ലെന്ന് തോന്നുന്നു, എന്തായാലും വൃത്തികേടുണ്ട്. ഈ ചുവപ്പല്ല ഓറഞ്ചും പച്ചയും കൂടെ കളർ വരുന്നതുകൊണ്ട് ചെറിയൊരു വൃത്തികേടുണ്ട്. അപ്പോൾ കാറിൻ്റെ അകത്തിട്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ അകത്ത് ഇടുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിപ്പം ഇവിടെ വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് കവർ ചെയ്ത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പ്രതിമകളാണ് പണ്ടത്തെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് പരിപാടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെടി ഇരിപ്പുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഫാൻസി ഐറ്റം ചെടിയാണ്. അപ്പോൾ അതിനെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചാലോ എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പൊങ്ങുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം കേട്ടോ. ഒരു അടിപൊളി ചെടിയാണ്, കണ്ടില്ലേ? ചെടി ചട്ടിയോടെ എടുത്ത് നമുക്ക് അതിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കാം. അപ്പം കുറച്ചും കൂടെ ഭംഗി കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളിതാ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്, ഫാൻസി ചെടി. നമ്മൾ നേരത്തെ അവിടെ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. സ്കൂളിൽ പോകാതെ കള്ളം അടിച്ച് വീട്ടിൽ കിടക്കും. ഓടാ, സ്കൂളിൽ പോയി 4 അക്ഷരം പഠിടാ. എനിക്ക് ക്ലാസ്സില്ല, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് പ്രതിമ സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് സീരിയസ് സെറ്റ് സൈഡിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ സീരിയസ് സെറ്റ് എടുത്തിട്ട് തൊട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇതിപ്പം ഓവർവ്യൂ ഞാൻ അല്ലാതെ കാണിച്ചു തരാതെ. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഓവർവ്യൂ. ഓക്കെ, ഇനി നമുക്ക് സീരിയസ് സെറ്റ് ഇടാം. ബാക്കി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്.
ഗൈസ്, ഇപ്പോൾ നമ്മുടെ പ്രതിമകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. പിന്നെ നമ്മുടെ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കണം. ഇപ്പം എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കണം. അതാണ് അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. ലൈറ്റ് ഞാൻ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർലൈറ്റ് അല്ല, LED മൾട്ടി ലൈറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെയും കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 50 സീരീസ് സെറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. നമ്മൾ കുറച്ച് നന്നാക്കാനായിട്ട് കൊടുത്തപ്പം അത് പാതി നമ്മൾ എടുത്തില്ല, പാതി മാത്രമേ എടുത്തു. പാതി ഇവിടെ അലങ്കരിച്ച് ഇട്ടതിന് ശേഷം അത് കുറെ അടിച്ചു പോയി. ഇപ്പം കത്തുന്നത് വെറും രണ്ടെണ്ണം, പിന്നെ ഒന്ന് ചെറുതായിട്ട് മാത്രമേ കത്തുള്ളൂ. 3 എണ്ണം മാത്രം കത്തുന്ന സാധനമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പൊ ഇനി നന്നാക്കാൻ വയ്യ. എന്തായാലും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വർഷം സെറ്റാക്കാം. അപ്പൊ ഇനി പ്രതിമയൊക്കെ പൊട്ടിയിട്ടുണ്ടോന്നോ അങ്ങനെയൊന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ബോക്സിലൊക്കെ ഇരിക്കുന്ന പ്രതിമ ഉണ്ടോ ഇല്ലേ എന്നാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സംഭവം കാണും, പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇനി ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷമല്ല 9 മാസമൊക്കെ ആയില്ലേ, 9 അല്ലല്ലോ 11 മാസമൊക്കെ ആയില്ലേ. ചിലപ്പം കളറൊക്കെ ഫെയ്ഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കളറെല്ലാം ചെറുതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ വർഷമാണോ തോന്നുന്നു പള്ളിയിൽ കൊണ്ടുവച്ചപ്പം പൊട്ടിയതാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് പാച്ച് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി പെയിന്റ് അടിച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. എന്തായാലും ഇതിപ്പം ഇങ്ങനെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ എല്ലാത്തിൻ്റെയും കളർ ചെറുതായിട്ട് മങ്ങിയിട്ടുമുണ്ട്, പോയിട്ടുമുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഞാൻ ഇത്രയും കാലം കുറേ ദിവസം കൊണ്ട് നോക്കിക്കിടന്ന ഒരു സംഭവം ഞാൻ ഇവിടെ വെച്ച് കണ്ടേട്ടാ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാമ്പ് വാങ്ങണ വീഡിയോ. ഒരു വർഷം വരും. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും പേടിപ്പിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ തുണിയുടെ ഇടയിൽ വെച്ചിരുന്നു സംഭവം. ഒരു ദിവസം ഞാൻ പേടിച്ചായിരുന്നു അത് കണ്ട്. അതിനുശേഷം ഞാൻ ആരും പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതിലോ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരുന്ന ഓർമ്മയുണ്ട്, പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട്. ഇപ്പം സംഭവം കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല. ഞാൻ ഇപ്പം ചെറുതായിട്ട് പേടിച്ച്, നിങ്ങൾ വീഡിയോയിൽ എക്സ്പ്രഷൻ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ പാമ്പ്. ഇനി ഇത് വെച്ച് നമുക്ക് പ്രാങ്ക് ചെയ്യാം ഗൈസ്. സെറ്റ്, അതവിടെ കിടക്കട്ടെ. പിന്നെ നമ്മുടെ പഴയ മാലാക, ഇതിൻ്റെ കൂടെയുള്ള എല്ലാം പണ്ട് നമ്മൾ വാങ്ങിച്ചതിൻ്റെ മാലാകയാണ്. പിന്നെ ആട് കുഴപ്പമൊന്നുമില്ല, ആടൊക്കെ അത്ര സീനൊന്നുമില്ല. പിന്നെ ബാക്കി പ്രതിമകളൊന്നും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഒരു ബോക്സ് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ, ഇത്ര തന്നെ. ഇനി ബാക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ആട്, വലിയ ആട് സെറ്റാണ് ഇപ്പം. കണ്ടില്ല, ഇതിൻ്റെയൊക്കെ കളർ പോയിട്ടുണ്ട്. എന്തായാലും സീനൊന്നുമില്ല, പെയിന്റ് അടിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഇനി പെയിന്റ് അടിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ല ഗൈസ്. ഇനി എക്സാമൊക്കെ വരണമുണ്ട്. പിന്നെ മറിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ക്രിസ്മസിന് കിടലും വ്ലോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, മാക്സിമം അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് പറ വെച്ചിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രതിമകൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുറേ കളർ ഫീഡായിട്ടുണ്ട് കുറേ എണ്ണത്തിൻ്റെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തിരുന്ന് പൊട്ടിയതാണ്. അപ്പോൾ കട്ടിയില്ല ഗൈസ്. ഇതേപോലത്തെ പ്രതിമ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് അടിയിൽ ഇതേപോലെ പൊത്ത ഉണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇവിടെ വിചാരിക്കും നല്ല കട്ടിയുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് കണ്ട ഒട്ടും കട്ടിയില്ല, പൊട്ടും. ഇത് 1000 രൂപയ്ക്കാണെന്ന് തോന്നുന്നു ഇത്രയും സെറ്റ് വാങ്ങിയത്. എന്തായാലും കളർ ഫീഡായിട്ടുണ്ട്, അതൊന്നും സീനില്ല. ഇനി നമുക്കതെല്ലാം നിരത്തി അതിൻ്റെ അത് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ, പുൽക്കൂട്ടിൽ നമ്മുടെ പ്രതിമ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മല്ല, അത് കണശ അടിക്കണം. ഇതിൻ്റെ ഒന്നും കണശ അടിച്ചിട്ടില്ല, സീരിയസ് സെറ്റിൻ്റെ ഒന്നും. പിന്നെ നമ്മൾ ഒരു പ്രതിമ മാത്രം വയ്ക്കാതെ ഉള്ളൂ, ഉണ്ണിയേശുവാണ്. അത് നമ്മൾ പിന്നീട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ഫുള്ള് നിറഞ്ഞ് ഇരിപ്പുണ്ട്. ഇനി ലൈറ്റും കൂടെയൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കുകയുള്ളൂ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ല? ഇനി അതോടൊപ്പം തന്നെ ഇതേപോലത്തെ കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മൾ കഴിഞ്ഞ വട്ടം വാങ്ങിയതാണ്, ലുലു മാളിൽ നിന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞ വട്ടം ഒന്നും ഉപയോഗിച്ചില്ല. അത് നമുക്കെടുത്ത് ഈ ട്രീയിൽ ഒന്ന് ചെറുതായിട്ട് തൂക്കി കൊടുക്കാം. ഓരോ ബൾബ് പറഞ്ഞെടുത്ത് അവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അടുത്ത പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് നമ്മൾ കൂടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒന്നും തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മൾ ഇനി നൈറ്റാണ് ഇതിൻ്റെ ഒരു വിഷ്വൽസ് കാണാനായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട്? കുറച്ച് ഓവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി കുറച്ച് സീരിയസ് സെറ്റ് കാര്യങ്ങളൊക്കെ നന്നാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആയിരിക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വരും വീഡിയോയിൽ വ്ലോഗിലൊക്കെ നമുക്ക് ഇത് അപ്ഡേറ്റ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നത്തെ ഡേറ്റ് 26, 27 കൂടെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം മതി, എന്തായാലും നമുക്ക് പിന്നീട് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്തത്. ഞാൻ ചിലപ്പോൾ 3-ാം തീയതി ക്യാമ്പിൽ പോകും, ചിലപ്പോൾ അത് കൺഫേം ആയില്ല. പോണ്ടേന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട് ക്യാമ്പിൽ. എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ എന്തായിരുന്നാലും. അപ്പോൾ ക്യാമ്പിൽ പോകുകയാണെങ്കിൽ ഇത് വ്ലോഗൊന്നും കാണത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം നൈറ്റാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നൈറ്റ് കാണാം ഗൈസ്. അപ്പോൾ നൈറ്റുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? കഴിച്ചു തരാം.